നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയമായി പ്രിയ നിവിൻ ചായൻ, പ്രിയ ലിനി ചേച്ചി, അതുപോലെ നേതൻ ക്രിസ് ഈ നാളുകളിൽ ഈ അയർലൻഡ് പ്രദേശത്ത് വിശ്വസ്ത സാക്ഷികളായി നിലനിൽപ്പാൻ ദൈവം അവസരം തന്നു. ഇടവകയോട് ചേർന്ന് കുടുംബജീവിതം നയിപ്പാനും പ്രത്യേകമായി കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം അവസരവും ഭാഗ്യവും തന്നു. ഇരുവരുടെ ജോലി രംഗങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നു. അതിലൂടെയൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങളും വാഴ്വുകളും ഒക്കെ അനേകമാകുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാകുന്നു ഈ ഒരു ഭവനം. ഈ ഭവനം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാകുന്നു. നിറവേറപ്പെടുന്നത് വിശുദ്ധ ഈ കുദാശയുടെ കർമ്മം നമുക്ക് ഈ പുസ്തകത്തിൽ ലഭ്യമാണ്. അത് ഉള്ളവരെല്ലാവരും തന്നെ അത് ഫോളോ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച് നന്ദി പറയുവാൻ, ഈ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ തരുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ഭവന വാഴ്വിന്റെ ഈ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ അനുഗ്രഹീതമായ വാഴ്വുകളും കരുണകളും ഒക്കെ ഈ ഭവനത്തിൽ ദൈവമേ നീയോടൊന്ന് ചൊരിഞ്ഞു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ പാർക്കുവാനായിട്ട് പോകുന്ന നിവിൻചാനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും അനുഗ്രഹീതമായ ദൈവമേ നീയോടൊന്ന് വഴി നടത്തിയല്ലോ. അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും കർത്താവെ അവർ കണ്ട അനുഗ്രഹീതമായ ദൈവത്തിന്റെ വഴി നടത്തിപ്പും കർത്താവ് ഈ ഭവനത്തിലൂടെ അവർക്ക് രുചിച്ചറിയുവാൻ ദൈവം ഇനിയോട് അവസരം കൊടുക്കുന്നല്ലോ. അതിനായി സ്തോത്രം. ഈ ഭവനം അവർക്ക് സ്വന്തമാകുന്നതിലൂടെ കർത്താവെ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവെ അത് അനേകർക്ക് അത് മാതൃകയായി തീരുവാൻ ദൈവം എന്നോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം കൃപയും ഉണ്ടായിരിക്കണമേ. അതിനോടൊന്നും ഭയഭക്തിയോടെ കർത്താവെ തിരുസന്നിധിയിൽ സന്നിധി ബോധത്തോടെ ആയിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നന്ദി കൊണ്ടെന്റെ ഉള്ളം സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാമോടെ സ്തുതി പാടിടുന്നേ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്ദം വന്ദനമേ എന്റെ പൊന്നീടയനന്ദം വന്ദനമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിലമോത്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്രമം പുറം 76. ദൈവമായ കർത്താവേ നിലനിൽപ്പ് സമാധാനം ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ.
ഇതിന്റെ വരവ് ചെലവുകൾ നിന്റെ വിശുദ്ധനാമത്തിന്റെ മോദത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ തങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിന്നിലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോയത്. എന്റെ ശത്രുക്കൾ എന്റെ നേരെ പ്രശംസിക്കരുത്. നിന്നിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. അന്യായക്കാർ അവരുടെ ലജ്ജിത്യം. കർത്താവേ, നിന്റെ വഴികൾ എന്നെ കാണിക്കണമേ. നിന്റെ ഊടുവഴികൾ എനിക്ക് അറിയിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും വിജയമാഞ്ഞു പോകാത്ത നല്ല മഹിമയും കാലമെല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിൽ മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതായുടെ പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച നിർമ്മലമാക്കുന്ന തളിപ്പുമായിരിക്കുന്ന വശികാതമ്പുരാനും അവനെ വാഴ്വിന്റെ നേരത്തെ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം അതിന് യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനെ ആദികൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദികളുടെ ഞൂലായ ആമേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആനോക്ക് തന്റെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ നോവിന്റെ ആമത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അതിരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടരായവൻ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹരോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസ്തുന്ന നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന്റെ വടികളും ഞങ്ങളിൽ നിന്നും നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ അസ്കറിയായുടെ ശുശ്രൂഷകളിൽ പ്രസന്നനായ യോഹന്നാനെ പറ്റി അവനെ പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ നിങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെ രക്ഷയുടെ പ്രത്യാശ ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സക്കായിയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്ത്രീയന്മാരുടെ പ്രധാനിയായ ക്ഷമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ പാപിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ നിങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീ അവളുടെ വിഷമമായ വേദനകളിൽ നിന്നും സ്വസ്ഥത പ്രാപിച്ച മുഖാന്തരമായ ആ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. സ്ത്രീയുടെ അവളിൽ നിന്നും ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്നും ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനായ ദാനിയേലിന് നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന ചൂളയിൽ വെച്ച് മുതലാകേണ്ട ബന്ധനങ്ങൾ നീ അഴിച്ചതുപോലെ ദുഷ്ടപിശാചുക്കളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് ഒഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടത്തെ ഇത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും സംബന്ധവും ജീവപ്രദങ്ങളുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ വേണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടി പാർക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹങ്ങളും തന്നെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ച സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിൽ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികളിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ മൂലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ചെയ്തോ നിങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായ ഞങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും
പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, വാതിലിൽ യാചന ശബ്ദം മുട്ടുന്നു, ഗുണകരുതേ സേവകരെ ആവശ്യയാചന ദേവാകൃപയാൽ ബാലിക ഓവാവടിയിൽ നിന്നകറ്റി പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചന നീ നൽകീണമേ. ദേവാ തുണയ്ക്കായി ബലഹീന വിളിച്ചിടുന്നു നല്ലവനെ, പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചന നീ നൽകീണമേ. കൃപ ചെയ്യണമേ കരുണയുടെ പ്രഭുലതാൽ ദയ ചെയ്യണമേ. പിഴച്ചൊരുതേ മകളോർക്കരുതേ കരുണാകരനാമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൽ നിന്ന് നിമാരോട് എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരമുള്ളവരായിരുന്നു. അവരിൽ ഒരുത്തനും അവനവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. ശ്രീഹന്മാർ ശക്തിയോടെ ഈശോമിശിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റുവിൽക്കുന്ന വില കൊണ്ടുവന്ന് ശ്രീഹന്മാരുടെ കാലത്തിൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടുവരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരേ, നമ്മുടെ അക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോജിക്കട്ടെ. ലോകത്തിന് ജീവന രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കേലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. നമ്മുടെ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് പ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ എരികോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ ഈശോ തമ്പുരാൻ എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ കുറയവനായിരുന്നത് കൊണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല. താനോ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോട് ഈശോ തമ്പുരാന് മുമ്പിൽ കടന്ന് തന്നെ കാണുവാനായിട്ട് ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട് സക്കായിയേ, വേഗം ഇറങ്ങി വരിക, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുമെന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്ന് സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ ഭാവിയായ മനുഷ്യന്റെ അടുക്കൽ അകത്ത് ചെന്ന് പാർത്തു എന്ന് പെറുപുറത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി നിന്ന് ഈശോ തമ്പുരാനോട് ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 1/4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. ഈശോ തമ്പുരാൻ അവനോട്, ഇവനോ അബ്രാഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഇവന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പാൻ വന്നു എന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കാരണം സക്കായിയുടെ വീട്ടിൽ ചെന്നു എന്നീ വീടിനു രക്ഷയുണ്ടായി അരുളിയ നാളെ ഇരു പ്രവേശിച്ച് തൻ വലം കൈയാലെല്ലാറ്റെയും അനുഗ്രഹിക്കട്ടെ
ഞങ്ങൾ കർത്താവീശോ നിൻ കൃപയോട് നിദാനങ്ങളെ ഞങ്ങൾ അയച്ചേണമേ. ഇടർച്ച വരാതെ നിൻ വഴി തന്നെ നടന്നിടുവാൻ തിന്മാപ്പെട്ടവനിൽ നിങ്ങളെ രക്ഷിക്കണമേ. സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരവല്ലെന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഈ ഭവനവാഴ്വിന്റെ സുഖോട് ഗുണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹത ഇല്ലാത്തവരായിരിക്കുകയും നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ച് തരുന്നുവെന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് കൊള്ളുന്നു. മനസ്സലിവുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിനും വാങ്ങുന്നതിനും ഇതിന്റെ ഉടമസ്ഥർക്ക് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടി അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടി അന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന് പണിക്കാർ വ്രതാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ ഇതിന്റെ കാവൽക്കാർ വ്രതാജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ച് ഇവരും അബ്രഹാമിന്റെ മകനാവുണ്ട് നീ വീടിന് രക്ഷയുണ്ടായി എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെയും ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്ങയെ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കണമേ. അവരുടെ ദുഷ്ടപെരുമാറ്റങ്ങളെ ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാക്കണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകർഷയുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ടാൽ ഈ വാസത്തിൽ ദൈവത്തിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ചവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നിന്റെ നോട്ടം വിടാതെ രാപ്പകൽ നിന്റെ ചെറുവിൻ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധരോടുകൂടെ മഹത്വമുള്ളവയും നിത്യത ഉള്ളവയുമായ നിരവാസ സ്ഥലങ്ങളിൽ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ വായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ വരേറ്റുകൊള്ളുന്നു. ഭവനത്തിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയും കുഞ്ഞുങ്ങളും കടലപ്പടി പ്രധാനമാതിന്റെ മുന്നിലേക്ക് പോകാം. ഈ ഭവനം ജീവനുള്ളതും ജീവനൽകുന്നതുമായ ശ്രീവായുടെ അടയാളത്തിൽ മുദ്രയിടപ്പെടുന്നതിനാൽ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹാന തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ തന്നെ.
നൽകുന്നതുമായ സ്ലീബായുടെ അടയാളത്തിൽ മുദ്രയിടപ്പെടുന്നതിനാൽ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റോഹായുടെ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. By the drawing of the cross, this house is set apart in the name of the Father and of the Son and of the Holy Spirit. Amen. Mishmodabom. Amen. Kudabrom. Amen. Vadruhayo kadishlay danolam. Amen. Amen. കർത്താവിനെ എന്നോടുകൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്തിടുവിൻ നിങ്ങൾ തന്നാമം നാമൈക്യമോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഉന്നതമാക്കിയിടുക ഇപ്പോൾ മാറുമ്പോൾ പരിമള തൈലത്തിലും അധികം വാസനകേറും രക്ഷകനെ പരിശുദ്ധാത്മാവാലെ നിൻ അടിയാരെ ശുദ്ധം ചെയ്യുക. സൗമന്മാരോസ് കുറിയേലായിസോൻ ആമേൻ മുതലായ പരിശുദ്ധന്മാരുടെ കാഴ്ചകളും പ്രാർത്ഥനയും പരിമളമായേറ്റ കർത്തൃകർത്താവേ നീ പാപികളാം ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കൈകൊണ്ടിടണമേ. ബാരകുമോ ശുഭഹോല പോല പ്രവൽ റോഹോ കാദീശോ മെന്നോലം വാദമെന്നോലം മുൽമിനാമേ. മേൽപ്പെട്ടക്കാരെല്ലാം അവരോന്റെ രൂപം കൊണ്ട് ഇസ്രായേലിന്റെ വസന്തവിലോചിച്ച രക്ഷകർത്താവേ ഈ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപരോഗം നീക്കി സ്വസ്ഥത നൽകണമേ. കർത്താവേ നിദാസരുടെ പ്രാർത്ഥനയെ നീ കേട്ട് ധൂപം പോൽ പരിമളമായി കൈകൊണ്ടിടണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളെ ഓർത്ത് നമുക്ക് ഇന്നും നന്ദിയുള്ളവരായി ജീവിക്കാനായിട്ട് ഇടയാകണം. പ്രിയ നിവിൻചാൻ, പ്രിയ നിനിച്ചേച്ചി, പ്രിയ നേതൻ ക്രിസ്, ഈ നാളുകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹീതമായി വഴി നടത്തിയല്ലോ. ദൈവം ഓരോ ദിവസവും നിങ്ങളെ പോറ്റിപ്പുലർത്തി അനുഗ്രഹീതമായ വഴികളിലൂടെ, നിങ്ങൾ വെട്ടാത്ത വഴികളിലൂടെ, നിങ്ങൾ കുടിക്കാത്ത കിണറുകളിൻ്റെ വെള്ളം ആഹരിപ്പാനൊക്കെ ദൈവം നിങ്ങൾക്ക് അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. അനേക നാളത്തെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ, വൻകാര്യങ്ങളെ നമ്മൾ നേടിയവരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അക്കാരം ഈ ഭവനവും നിങ്ങൾക്ക് ദൈവം നൽകി തന്നതാണ്. ഈ ഭവനം ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഇന്ന് മുതൽ നിങ്ങളൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭവനത്തിൽ ഒരു ദേവാലയ സമമായ ഒരു
ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദിസ് ഇസ് എ ടെമ്പററി ഓൾട്ടർ ആൻഡ് വി ഹാവ് പ്ലേസ് ദ ക്രോസ്, വി ഹാവ് പ്ലേസ് ടു ലിറ്റ് അപ്പ് കാൻഡിൽസ്. ഇതിന്റെ അർത്ഥം ഈ ഭവനം ഇന്നു മുതൽ ഒരു ദേവാലയമാണ്. ഈ ഭവനത്തിൽ മുടക്കം കൂടാതെ പ്രാർത്ഥനകളും യാചനകളും സ്തോത്രസ്വരങ്ങളും ഉയരണം എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. ഇതിൽ അപ്രകാരമുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രൂശ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്? ക്രൂശിൽ ഒരു റിസറക്ഷൻ ഉണ്ട്, അതുപോലെ അതിൻ്റെ അകത്തൊരു വൾണറബിലിറ്റി ഉണ്ട്. ഈ ഭവനം വാങ്ങുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് വാങ്ങാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് വിഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് വഴികൾ തുറക്കപ്പെടുന്നത് എന്ന് ആകുല ചിത്തരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ചില ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ക്രൂശ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു റിസറക്ഷൻ ഉണ്ട്. ദർ ഇസ് എ ജോയ് ഓഫ് റിസറക്ഷൻ ആൻഡ് ദർ ഇസ് എ വൾണറബിലിറ്റി ഇൻ ദ റിയൽ ലൈഫ്. ക്രിസ്തു അതിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹാപുരോഹിതൻ ഇതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇപ്രകാരം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു അപൂർവ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിശയിക്കണ്ട. ജീവിതത്തിൽ ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഭാരപ്പെടണ്ട, ക്രൂശിലേക്ക് നോക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഈ ഭവനത്തിന്റെ ഈ പല ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന് ക്രൂശിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുരിശിലാണ് രക്ഷ. കുരിശിനെ എപ്പോഴും ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് രണ്ട് മെഴുകുതിരി നിങ്ങളോട് സൂചിപ്പിക്കുന്ന സൂചന? കാറ്റും കോളും ഒക്കെ വരുമ്പോൾ ഒളിമങ്ങാതെ ഞാൻ പ്രകാശം ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ ഒളിമങ്ങാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ദൈവത്തോടുള്ള ബന്ധം 1, 2 പ്രാർത്ഥന, 3 സംഭാഷണം, 4 ബന്ധങ്ങൾ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിലൂടെ പല അനുഭവങ്ങളിലൂടെ പോകുന്നവർ ഇതിനെയൊക്കെ ചെറുതായി അതിൻ്റെ ഒളിയൊക്കെ മങ്ങി ജീവിക്കുന്ന അനേകം നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഭവനം അതിനൊരു മാതൃകയായി മാറണം. ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏത് കാറ്റും കോളും വന്നു കഴിഞ്ഞാലും ഈ പ്രകാശം ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ദൈവത്തിന് കൊടുക്കുവാനായിട്ടുള്ള എല്ലാ സമർപ്പണവും ഞാൻ ദൈവത്തിന് നൽകിയിരിക്കും. സംഭാഷണങ്ങൾ, മക്കളുമായി സംഭാഷണം, ഭർത്താവുമായി ഭാര്യയുമായിട്ട് സംഭാഷണങ്ങൾ ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മെഴുകുതിരി പറയുകയാണ്, ഏത് കാറ്റ് കോളും വന്നു കഴിഞ്ഞാൽ ഈ സംഭാഷണത്തിന് ഞാൻ എപ്പോഴും സ്ഥാനം കൊടുക്കും. ഇന്ന് പല തീന്മേശകളും ഇന്ന് ഇരുന്ന് തേങ്ങുകയാണ്. ഇന്ന് തീന്മേശകളിൽ ചുറ്റും കുടുംബമായി വന്നിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ മാറി. ഇന്ന് പലരും സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്. എന്താണ് കഴിക്കുന്നത് എന്ന് പോലും അറിയാതെ പോകുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇതെല്ലാം ഈ ഭവനത്തിൽ ഒരു നല്ല മാതൃക ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അത് തുടങ്ങുവാനായിട്ട് ഈ ഭവന കൂദാശ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ കാലിന് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയല്ല ഈ സാധനം ഇട്ടിരിക്കുന്നത്, ഈ മാറ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഹൗസ് ഇസ് സെറ്റ് അപ്പാർട്ട്. അതാണ് ഞാൻ ഇന്ന് കുരിശു വരച്ചപ്പോൾ ആദ്യമേ പറഞ്ഞത്. ദിസ് ഹൗസ് ഇസ് സെറ്റ് അപ്പാർട്ട് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഒരു ദേവാലയ സമയമായി ഈ ഭവനത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു അനുഗ്രഹീതമായ കൂദാശയാകുന്നു ഇത്. നസറത്ത് മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ കൂദാശ ചെയ്യുന്നത്. ഈ തരുണത്തിൽ ഞാൻ റോബിൻ രാജാച്ചനെ ഓർക്കുന്നു. അച്ഛനാണ് നിങ്ങളുടെ വികാരി. അച്ഛൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ്, ഈ ഭവനത്തിന്റെ ആഗ്രഹപ്രകാരവുമാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് കടന്നു വന്നത്. പ്രിയ റോബിൻ അച്ഛൻ, നിങ്ങളുടെ വികാരി അച്ഛൻ്റെ നാമത്തിലുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള ആശംസ അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അവരുടെ നാമത്തിൽ എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭവനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. എവറി ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്, ലെറ്റ് ഇറ്റ് ബി സബ്മിറ്റഡ്, ലെറ്റ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഗോഡ്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് മുന്നേറാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളിലെ
സത്യവും ഏറ്റവും സൃഷ്ടിരാതനും തത്വപിതാവിനും സർവശക്തിമാനുമായും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലിറങ്ങി വിശ്വവായി ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടു. ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് വിശ്വസിഹായി, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീയമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന് മേലും വന്ന് ആവർത്തിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഇപ്പോൾ ഓരോ മുറികൾക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഇപ്പോൾ നമ്മൾ ഉരുവിടുന്നതായിരിക്കും. ഇത് പ്രാർത്ഥനാ മുറിയും സ്വീകരണ മുറിയും ഇത് തന്നെ ആയിരിക്കും. ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവേ, മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തുന്ന പൗരമായിരിക്കാൻ കൃപയണമേ. തിരുവചന ധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമുള്ള പ്രത്യേക സ്ഥാനമായി ഇതിനെ ശുദ്ധീകരിക്കണമേ. കൂട്ടായ്മയ്ക്ക് സംഭാഷണത്തിനുമുള്ള ഈ മുറിയിൽ പിതാവേ, തിരുസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും സംഭാഷണ വിഷയമാക്കുവാൻ കൃപ നൽകണമേ. പുതുശക്തി ലഭിക്കുന്നതിനാൽ മക്കളുടെ വിശ്രമത്തെയും നിദ്രയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ ധ്യാനിച്ചുമാനുമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെ, നാവ് കൊണ്ട് സംസാരിക്കാതെ, മനസ്സുകൊണ്ട് ചിന്തിക്കാതെ നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. പുതുശക്തി ലഭിക്കുന്നതിന് നിന്റെ മക്കളുടെ വിശ്രമത്തെയും നിദ്രയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേ നിന്നെ ധ്യാനിച്ചു മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെ, നാവ് കൊണ്ട് സംസാരിക്കാതെ, മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. പുതുശക്തി ലഭിക്കുന്നതിന് നിന്റെ മക്കളുടെ വിശ്രമത്തെയും നിദ്രയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേ നിന്നെ ധ്യാനിച്ചു മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെ, നാവ് കൊണ്ട് സംസാരിക്കാതെ, മനസ്സുകൊണ്ട് ചിന്തിക്കാതെ നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ.
ഭക്ഷിച്ചാലും പാനം ചെയ്താലും എല്ലാം തിരുനാമോത്തത്തിനായി ചെയ്യുവാൻ കൃപ തരണമേ. ജീവന്റെ അപ്പമായ കർത്താവേ, നീ ഞങ്ങൾക്ക് പ്രതിദിനം അന്യായിരിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് അവരെ സഹായിപ്പാൻ ഉദാര മനസ്സ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. എല്ലാ വസ്തുക്കളെയും ഞങ്ങളുടെ നന്മയ്ക്കും പോഷണത്തിനുമായി നൽകുന്ന സ്വർഗസ്ഥ പിതാവേ, ഭക്ഷ്യ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും വേണ്ടി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേക പ്രയത്നങ്ങൾ ഞങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് നിദാനമായിരിക്കുന്നെന്ന് ഓർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമേ. ആശീർവാദം. ആശീർവാദം സ്വീകരിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ഭവന ആഴ്വിന്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. എല്ലാവിധമായ ആശംസകളും പ്രിയ കുടുംബത്തിന് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കാപ്പായിട്ട് നിങ്ങൾക്ക് കുടുംബമായി ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം മെഴുകുതിരി നിങ്ങൾ അവിടെ സ്വീകരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക. അത് ഗ്യാസ് അല്ലല്ലോ, അല്ല, അത് ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം. അതിനുശേഷം നമുക്ക് അവസാനിക്കും.